വിഷുവിന്റെ അന്ന് രാവിലെ ഞാനും അമ്മയും 3:45 എണീറ്റത്. തലേ ദിവസം കണി സെറ്റാക്കി വെച്ചിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി വിളക്കൊന്ന് റെഡിയാക്കണം. ഞാനിപ്പോൾ വിളക്കിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 തിരിയുള്ള വിളക്ക്, അതായത് ഭദ്രദീപമാണ് കണിയിൽ തെളിയിക്കുന്നത്. അപ്പം ഞാനിത് തിരിയെല്ലാം എണ്ണയിൽ നനച്ച് അത് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ചന്ദനത്തിരി കത്തിക്കാനുള്ള സ്റ്റാൻഡ് കാണുന്നില്ല. ക്യാമറ ഓണാക്കി വെച്ച് ഞാനും അമ്മയും കൂടെ അത് തെരഞ്ഞ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഒരിടത്ത് നിന്ന് കിട്ടി. അല്ലെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഒട്ടും തന്നെ ഓർക്കാതെ അവിടെ എവിടെയും കൊണ്ടുവയ്ക്കുമല്ലോ. എന്തായാലും അത് കിട്ടി. ഇനിയിപ്പോൾ വിളക്ക് കൂടെ അവിടെ വെക്കണം, കത്തിക്കണം, എല്ലാം സെറ്റ്. ഇതേ ഇപ്പോൾ വിളക്ക് കത്തിക്കാനായിട്ട് പോവാണ്. നമ്മളൊരു 4:30 ആകുമ്പോഴേക്കും, പുലർച്ചെ 4:30 മുൻപായിട്ട് കണി കാണണം എന്നാണ് പറയാറുള്ളത്. നമ്മളെപ്പോഴും അങ്ങനെയാട്ടോ ചെയ്യാറുള്ളത്. ശരിക്കും ഈ ടൈം എന്നൊക്കെ പറയുന്നത് അത്രയ്ക്ക് നമ്മൾ ഹാപ്പിയാണ്. ഒരു വർഷം ഫുള്ള് നമ്മൾ കാത്തിരുന്ന് കിട്ടുന്ന ആ ഒരു ദിവസം, അതാണ് നമുക്ക് വിഷു. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ കൂടിയാണ് വിഷു. ശരിക്കും ഈ മൊമെന്റ് ഇങ്ങനെ തന്നെ നിന്നിരുന്നെങ്കിൽ എന്ന് അത്രയ്ക്ക് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു ദിവസം. അതാണ് എൻ്റെ കണ്ണിൽ എനിക്ക് വിഷു എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇതേ എല്ലാം റെഡിയാക്കി. ഇതാണ് ഞാനും അമ്മയും കൂടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ഞങ്ങളുടെ കണി. ഞങ്ങൾ തന്നെ തയ്യാറാക്കിയതാണെങ്കിലും ഇത് നമ്മൾ തന്നെ പിന്നീട് കണിയായിട്ട് കാണുമ്പോൾ അതിനൊരു പ്രത്യേക സുഖാട്ടോ. എന്താ പറയുക, അത്രയ്ക്ക് നല്ല ഹാപ്പി മൊമെൻ്റ് ആയിരിക്കും. ഞാനിപ്പോൾ കണി കണ്ട് പ്രാർത്ഥിക്കുക എന്നതിലുപരി നമ്മൾ ആ കണി ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. കണ്ണിൻ്റെ മുമ്പിൽ എന്തെല്ലാം വയ്ക്കാൻ പറ്റും അതൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ഞങ്ങൾ നേരെ പൂത്തിരി, മത്താപ്പ്, പടക്കം അതിലൊക്കെയൊക്കെ തിരിഞ്ഞു കേട്ടോ. എനിക്ക് പടക്കം പേഴ്സണലി ഭയങ്കര പേടിയാണ്. പക്ഷേ ചൈനീസ് പടക്കമൊക്കെ ഇഷ്ടമാണ്. ഓലപ്പടക്കം കൊണ്ടുപോകണം എൻ്റെ ഏറ്റവും പേടി സ്വപ്നം. അങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് കണിയുടെ അടുത്ത് വന്ന് നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിരുന്ന് കണി കാണുന്നുണ്ട്. ശരിക്കും അവള് കണിയിലിരുന്ന് ഉണ്ണിയപ്പം കഴിക്കാനായിട്ട് ഇരുന്നതാ. എന്നെ കണ്ടപ്പോൾ ആള് നേരെ എൻ്റെ മടിയിലോട്ട് ചാടി കയറിയിരുന്നു. രാവിലെ തന്നെ ഞാനും അമ്മ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അടുത്തുള്ള വാസുദേവപുരം ക്ഷേത്രത്തിലോട്ടാട്ടോ പോയത്. ഇവിടെയുള്ള കാർഷിക കോളേജിന്റെ നടുക്കാണ് ഈ ഒരു അമ്പലം. പോകുന്ന വഴിയൊക്കെ തന്നെ നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടേക്ക് വരാനും ഭയങ്കര ഇഷ്ടമാണ്. അമ്പലത്തിൽ ക്യാമറ അലൗഡ് അല്ല, ഫോണും അലൗഡ് അല്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത് ഇതേ തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇനി ബസ് കയറി പോകണം. ബസ് കയറാൻ പോയപ്പോൾ പാല് വാങ്ങാൻ മറന്നു. അങ്ങനെ പാലൊക്കെ വാങ്ങി വീട്ടിലെത്താനായപ്പോൾ എൻ്റെ അനിയൻ അവൻ എനിക്ക് കൈനീട്ടം തരിക കേട്ടോ. അതേ എന്നൊക്കെ പറഞ്ഞ് കൈനീട്ടമൊക്കെ തന്നു. അങ്ങനെ വീട്ടിൽ പോയി ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കുമ്പോൾ പുട്ടും പപ്പടമാണ്. ഇവിടെ വിശേഷ ദിവസങ്ങളിൽ പുട്ടും പപ്പടവും പാൽച്ചായയും നിർബന്ധമാട്ടോ ഉണ്ടായിരിക്കും അത്. അങ്ങനെ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ ദേ അമ്മ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ വിഷു, ഓണം പോലുള്ളതിനൊക്കെ വെജാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇന്നൊരു വെറൈറ്റിക്ക് അമ്മ നോൺ വെജാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നല്ല ബിരിയാണി ആട്ടോ ഉണ്ടാക്കുന്നത്. എൻ്റെ അമ്മ ഒരു അസല് കുക്കാണ്, പ്രത്യേകിച്ച് ബിരിയാണിയുടെ കാര്യത്തിൽ. അങ്ങനെ ഉച്ചയ്ക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ബിരിയാണി കഴിച്ചു. എന്താ പറയുക, ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇടാട്ടോ, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എന്തായാലും ഇട്ടേക്കാം. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്ത് വൈകുന്നേരം ആയപ്പോൾ നേരെ അമ്മയുടെ വീട്ടിലോട്ട് വന്നു. ഈ വിശേഷ ദിവസങ്ങളിൽ ഇത്രയും വലിയ ബാഗ് ചുമന്ന് അമ്മയുടെ വീട്ടിൽ പോകുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ബിരിയാണി കഴിച്ച ക്ഷീണം മാറാത്തതുകൊണ്ട് തന്നെ വൈകിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല. ബാക്കി വന്ന ചിക്കൻ കൊണ്ട് എൻ്റെ സ്വന്തം റെസിപ്പി ആയിട്ടുള്ള ബ്രെഡ് ഷവർമ ഉണ്ടാക്കി കഴിച്ചു. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിലും ഞാൻ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വിഷു ദിവസത്തെ കാര്യങ്ങൾ. കൂട്ടുകാരുടെ വിഷു എങ്ങനെയുണ്ടായിരുന്നു? ഞാനിപ്പോൾ ആദ്യമായിട്ടൊരു വ്ളോഗ് ടൈപ്പ് വീഡിയോ എടുത്തതാണ്. കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. നെയിം മീറ്റിംഗ് ചലഞ്ച് നമ്മൾ നിർത്തിയിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ വിഷുവിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കമൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരുടെ പേരും നമ്മൾ വഴിക്ക് ചെയ്യുന്നതായിരിക്കും. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരും ചെയ്യുന്നതായിരിക്കും. എനിക്ക് പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഡിലേ ഒക്കെ വരും കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.